മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയുടെ കോഴിക്കോട് മലപ്പുറം അതിർത്തികളിലും തിരച്ചിൽ നടത്തുകയാണ്. പന്തീരാങ്കാവ്, മാവൂർ, വാഴക്കാട്, മുക്കം ഫയർഫോഴ്സ് എന്നിവയ്ക്കൊപ്പം TDRF സംഘങ്ങളും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 20ഓളം ഗ്യാസ് സിലിണ്ടറുകളും കെട്ടിടാവശിഷ്ടങ്ങളും കിട്ടിയിരുന്നു. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കൂടി വ്യാപനം ഈ തിരച്ചിലുകൾ ഒക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹങ്ങളൊക്കെ പൂർണ്ണമായി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളുടെയും TDRFിന്റെയും അഗ്നിരക്ഷാസേനയുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ വ്യാപകമാകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ TDRFിന്റെ ചില അംഗങ്ങൾ പോലീസിന്റെ ഒക്കെ കൂടെയുള്ള തിരച്ചിലിനെ സംയുക്തമായി പങ്കെടുക്കുകയുണ്ടായി. അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ തിരച്ചിൽ ഏത് രീതിയിലായിരുന്നു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്? ഇന്നത്തെ തിരച്ചിൽ നമ്മൾ ചാലിയാർ പുഴയുടെ 2 സൈഡുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങൾ, അതേ പാലത്തിൻ്റെ കാലുകളിലുള്ള മരങ്ങളെല്ലാം നീക്കിയിട്ട് കൂടുതൽ പരിശോധന നടത്തുകയാണ്. എന്തെങ്കിലും ചെറിയ അംശങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ കിട്ടോ എന്നുള്ള ഒരു രീതിയിലുള്ളൊരു പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാഴക്കാട് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. വാഴക്കാട് CIൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെട്ടുപാറയിൽ നമ്മുടെ മുങ്ങൽ വിദഗ്ധരായ TDRFിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്. അവരൊക്കെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുങ്ങിത്തെരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ മുങ്ങിത്തെരച്ചിൽ നടത്തുന്നുണ്ടോ, അല്ലെ ഈ സൈഡിലുള്ള മാത്രം തെരച്ചിലാണോ? അതല്ല, മുങ്ങ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഥവാ പൊന്തൻ്റെ അടിയിലൊക്കെ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തേണ്ട സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളിൽ നമ്മൾ മുങ്ങൽ വിദഗ്ധരായ ഇവരെയും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ്, അവരുടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര അംഗ മുങ്ങൽ വിദഗ്ധ സംഘം ഉള്ളത്? ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയിൽ നല്ല രീതിയിൽ മുളൻ്റേത് അത്തരത്തിലുള്ള ഒരുപാട് വസ്തുക്കൾ തൂങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയാൽ കാണാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഒരു 5 മീറ്ററോളം ഉള്ളിലായിരിക്കും കരകളുണ്ടാവുക. എത്രയും പുറത്തേക്ക് മുളക് തൂങ്ങിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പുറത്തു നിന്ന് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കയറി പോയിട്ട് ആ സ്ഥലങ്ങളിൽ മൊത്തം പരിശോധിക്കും. അപ്പോൾ കൂടുതൽ ഇപ്പം ഇന്ന് നോക്കിയത് നമ്മൾ ഒരു സ്മെല്ല് വരുമോ എന്നുള്ള ആ ഒരു രീതിയിലാണുള്ളത് നോക്കി. ഇന്നലെയും മിനിയാന്നൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തോണികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, എല്ലാ പോയിന്റുകളിലെയും നോക്കിയിട്ട് ഇവിടെ ഒരു 4 കിലോമീറ്റർ താഴ്ച വരെയുള്ള എളമരം കടവ് വരെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് നോക്കിയതായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് അവിടെ താഴെ നിന്ന് ഒരു ബോഡി പാർട്ട് ഇന്നലെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കാനല്ല, ഇനിയും തുടരാൻ തന്നെയാണ്. എന്നാണോ നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് ഇനി തെരച്ചിൽ വേണ്ട എന്നുള്ളത്, ആ ദിവസം വരെ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും, നമ്മൾ ഈ ചാലിയാറിൻ്റെ തീരത്തായതുകൊണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുഴയായിട്ട് അത്രയും അറ്റാച്ചാണ്. ഇവിടുത്തെ എന്തൊക്കെ സംഭവിക്കും എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞങ്ങൾ ആ അതിനൊക്കെ തരണം മറിയുന്ന രീതിയിലാണ് ആ മുണ്ടക്കൈ അപകടത്തെ തുടർന്ന് ഉണ്ടായത്. എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു പുഴയുടെ വെള്ളത്തിൻ്റെത് പകുതിയായിപ്പോയി. പകുതി വെള്ളം, പകുതി മണ്ണ്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഗ്ലാസ്സിൽ പകുതി വരെ വെള്ളം അത്രയും ഇതായിപ്പോയി. കണ്ടല്ലോ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ചളി വന്ന് അടഞ്ഞത്, എണ്ണിയാ തീരാത്ത രീതിയിലുള്ള വസ്തുക്കൾ അടഞ്ഞിട്ടുണ്ട് ഇവിടെ. മറ്റെന്തെങ്കിലുമൊക്കെ ഈ തെരച്ചിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നിങ്ങൾ നടത്തുന്നുണ്ട്, ഈ പ്രദേശവാസികളൊക്കെ 2-3 ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ വേറെ എന്തെങ്കിലും വീടിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ ഒരു 20ലേറെ ഗ്യാസ് സിലിണ്ടറുകൾ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല. നമ്മളവിടെ അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈയിലെയും അതുപോലെ ചൂരമലയിലൊക്കെ ആളുകൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പാർട്ടാണുള്ളത്. അതെ, ഇവിടെ ഉണ്ട് സിലിണ്ടർ, ഇവിടെ വീട്ടിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ജനൽ എല്ലാ വസ്തുക്കളും ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ തെരച്ചിൽ നടന്ന സമയത്ത് വീടിൻ്റെ വാട്ടർ ടാങ്ക് പൊട്ടി പല കഷ്ണങ്ങളായിട്ട് ഞങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. തിരച്ചിൽ എന്തായാലും ഊർജിതമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ മനുഷ്യാവശിഷ്ടങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങൾക്കായിട്ടുള്ള തിരച്ചിലുകളൊക്കെ നടത്തുന്ന സമയത്തും അവിടെ നിന്നുള്ള വീട്ടുകളിൽ നിന്നുള്ള ഉപകരണങ്ങളും മറ്റു സാധന സാമഗ്രികളും ഉൾപ്പെടെയുള്ളവ കിട്ടിയിട്ടുണ്ട്. കിലോമീറ്ററുകൾക്കപ്പുറം നടന്നിട്ടുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഉദാഹരണങ്ങളാണ് അതൊക്കെ. എന്തായാലും ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടുന്നതുവരെ ഈ ചാലിയാർ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലിന് പോലീസിൻ്റെയും സംയുക്ത അഗ്നിരക്ഷാ സേനയുടെയൊക്കെ കൂടെ TDRF അംഗങ്ങൾ കൂടെ ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.